ഹലോ, എല്ലാവർക്കും ചാരു എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു 2021 പെട്രോൾ ഇഗ്നീസാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെഹിക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വാണിംഗ് ലാമ്പുകൾ ഏകദേശമുള്ള എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചൻ വാണിംഗ് ലാമ്പും അതേപോലെ ABSൻ്റെ കുറച്ച് ലൈറ്റുകളൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം വാണിംഗ് ലാമ്പുകൾ കത്തുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. വെഹിക്കിൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കണ്ടോ. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഇഞ്ചൻ വാണിംഗ് ലാമ്പ് ഒരെണ്ണം കത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ESPയുടെ വാണിംഗ് ലാമ്പ് കത്തുന്നുണ്ട്, ABSൻ്റെ കത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു വാണിംഗ് ലാമ്പ് കൂടി ഇതിൽ കത്തുന്നുണ്ട്. ഏകദേശം ഇത് ഓടിയിരിക്കുന്നത് 5584 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഇനി ഓടിക്കുന്ന സമയത്ത് വല്ല കംപ്ലൈൻറ്റുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണം. അപ്പോൾ ഓടിക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ഒന്നും കാണണ്ട കേട്ടോ. പക്ഷേ ആ ഒരു വാണിംഗ് ലാമ്പ് അവിടെ പോയിട്ടുണ്ട്. മറ്റേ ഇഞ്ചൻ വാണിംഗ് ലാമ്പ് ഇപ്പം നിലവിൽ കാണുന്നില്ല. എന്നാലും ABSൻ്റെ എല്ലാ വാണിംഗ് ലാമ്പുകളും ബ്രേക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ വാണിംഗ് ലാമ്പുകളും അവിടെ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഷോപ്പിലൊന്ന് പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ. നോക്കുന്ന സമയത്ത് ഇതിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അറിയാം. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. ആദ്യം ഇതിൻ്റെ ബ്രേക്ക് ഓയിലൊന്ന് നമ്മൾക്ക് നോക്കാം കേട്ടോ. നോക്കുന്ന സമയത്ത് ബ്രേക്ക് ഓയിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ബ്രേക്ക് ഓയിൽ അതിൽ പുതിയതാണ് കാണുന്നത്. എന്തായാലും സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ഇത്രത്തോളം കോഡുകളാണ് കാണുന്നത് കേട്ടോ. ആ റെഡിൽ കാണുന്ന മുഴുവൻ കറണ്ടിൽ നിലവിൽ കാണുന്ന കോഡുകളാണ്. U0121 ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ABS ESP കൺട്രോൾ മോഡ്യൂൾ, വെഹിക്കിൾ സ്പീഡ് സെൻസർ, ക്യാൻ ഇൻവാലിഡ് ഡാറ്റ ഫ്രം വെഹിക്കിൾ സ്പീഡ്. അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ ഇതിൽ നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കംപ്ലൈൻറ്റ് ഉള്ള സ്ഥിതിക്ക് ഇതിൽ അഡീഷണലായിട്ട് ആക്സറീസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കണം. വല്ല ഹോണോ ഹെഡ്ലൈറ്റിന് അഡീഷണലായിട്ട് വയർ വല്ലതും കൊടുത്തിട്ടുണ്ടോ നോക്കുന്ന സമയത്ത് അതൊന്നും കാണുന്നില്ല കേട്ടോ. കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. ഇതാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ABSയുടെ ഒരു യൂണിറ്റാണ്. അപ്പോൾ അതിൽ സാധാരണയായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ വോൾട്ടേജ് ഉണ്ടോ, അത് വല്ല വയർ ഷോർട്ടോ വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കണം. അതൊന്നും നോക്കുന്ന സമയത്ത് അതിലൊന്നും കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്ത് നോക്കുന്ന സമയത്ത് ഇത് ഇത്തിരി വിലപിടിപ്പുള്ള ഒരു പാട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമ്മൾക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ നമ്മൾ വേറൊരു വെഹിക്കിളിൻ്റെ ഒന്ന് എടുത്ത് നമ്മളിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഒരു പാട്ട് തന്നെയാണ് കംപ്ലൈൻറ്റ് കാണുന്നത്. നല്ലൊരു എമൗണ്ട് ഇതിന് വരുന്നുണ്ട് കേട്ടോ. 23,040 രൂപയാണ് ഈ ഒരു പാട്ടിൻ്റെ വില നിലവിൽ. എന്തായാലും പാർട്സ് ഓർഡർ ചെയ്ത് നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു സാധനം ഒന്ന് മാറ്റാം. ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആക്സറീസോ ഒന്നും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് വാറണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങളൊരു പുതിയൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സറീസ് ഒന്ന് മാക്സിമം ഒഴിവാക്കുക. ഇതേപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും പാർട്സുകൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വാറണ്ടി റിജക്റ്റ് ആവും. കമ്പനീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്തായാലും നമ്മൾ മാറ്റിയ ശേഷം നോക്കുന്ന സമയത്ത് കണ്ടോ, C1174 കാണിക്കുന്നത്. സെൻസർ കാലിബ്രേഷൻ. അപ്പോൾ ആ ഒരു സെൻസർ ഒന്ന് കാലിബ്രേഷൻ ചെയ്യണം നമ്മുടെ സിസ്റ്റം വെച്ചിട്ട്. അത് കാലിബ്രേഷൻ ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മൾക്കൊന്ന് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടോ, എല്ലാ ലൈറ്റും പോയിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ് റെഡിയായി. ഇനി ഒരു വാഹനം നമുക്ക് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ഒന്ന് ഓടിക്കാം. ABSൻ്റെ സെൻസറിന് വല്ല ലൈറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് കുറച്ച് ദൂരം നമുക്ക് ഓടിച്ചിട്ടുണ്ട്. വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം. എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. I am restricted, fixed upon the web. I need to kick the habit that my mind is